ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓറോട്ടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഒറോട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് സവാള ചെറുതായി ഇതുപോലെ പൊടിയായി എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒറോട്ടിയിലേക്ക് ചെറിയൊരു മധുരത്തിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കറി കൂട്ടിയല്ല കഴിക്കുന്നതെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയുടെയൊക്കെ ആ ഒരു വെള്ളമയം ഇറങ്ങി ആ മാവ് നല്ലൊരു സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഞാൻ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലേക്ക് അല്പം വെളിച്ചെണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിൽ നിന്ന് ഒരു ഉരുള മാവെടുത്ത് ഇലയിൽ വെച്ച് അല്പം കട്ടിയോടുകൂടി തന്നെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അല്പം വെള്ളം കയ്യിലൊന്ന് നനച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് ഞാൻ അല്പം കട്ടിയോടുകൂടി തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ദോശത്തവ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഇലയിൽ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് നമുക്ക് ഇലയോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇല എടുത്തു മാറ്റാം. അതിനുശേഷം നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. കാരണം നമ്മളുടെ ഈ ഒറോട്ടി അല്പം കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് അതേപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.